അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഷാനാസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ചെയ്യുന്നത് മീഷോ ഹോളാണ്. പക്ഷെ ഒരു ചിറ്റാറ്റ് രീതിയിലാണ് ആ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എനിക്ക് വലിയൊരു താങ്ക്സ് പറയാനുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻസിന് റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ടോക്കിനെ പറ്റിയിട്ടുള്ള ഒരു റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന് ഒരുപാട് പേരാണ് സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് റിപ്ലൈ തന്നിട്ടുള്ളത്. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എത്രയായാലും നമുക്ക് മറ്റേ കമൻസ് കാണുമ്പോൾ പ്രശ്നമില്ല, മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും എവിടെയെങ്കിലുമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. സോ അതുകൊണ്ടാണല്ലോ ഞാൻ അതിന് റിപ്ലൈ തന്നിട്ടുള്ളത്. പക്ഷെ ഇത് കേട്ടപ്പം ഈ ഒരു സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പേര്, ചിലർ ഒരാളെ സ്റ്റോറി ആയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ലോങ് ആയിട്ടുള്ള ഒരു കമൻ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷം അത് കണ്ടപ്പോൾ. എല്ലാവരോടും വലിയ താങ്ക്സ് പറയുകയാണ്. ഭയങ്കര സന്തോഷമായി. നിങ്ങൾ ഓരോരുത്തരും റിപ്ലൈ കണ്ടപ്പോഴും ഭയങ്കര സന്തോഷമായി. സോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് മീഷോ ഹോളാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റിൻ്റെ ലിങ്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 3 സെറ്റ്സാണ്, വെറും 3 സെറ്റ്സാണ് ഇത് കാണിക്കുന്നത്. അത്യാവശ്യം വേർത്തായിട്ട് തോന്നിയിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള 3 സെറ്റ്സാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറയും. അതിലൊന്നെങ്ങാനേ ഉള്ളൂ വലിയ ഓക്കെ. അത് ഞാൻ എന്തായാലും വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. പ്ലസ് ഒരു ചിറ്റാറ്റ് പോലെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിങ്ക് മാത്രം, പ്രൊഡക്റ്റിൻ്റെ ലിങ്കാണ് പെട്ടെന്ന് വേണ്ടതെങ്കിൽ ഞാനിങ്ങനെ ലോങ് സംസാരിച്ച് പോയി എന്നൊന്നും പറയണ്ട. ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. ആ ഒരു 3 ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ വേണ്ടവർ. അല്ലാത്തവർക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡ്രസ്സിൻ്റെ കാര്യങ്ങളും പറയാം. വേറെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവാം. അപ്പോൾ വേറെ ഒന്നുമില്ല. ഇപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പം ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു. മോൻ്റെ കാലിന് സുഖമില്ല, വയ്യാതിരിക്കുകയാണ്. അതായത് കാല് സൈക്കിളിൻ്റെ വീലിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് ചെറുതായിട്ട് പണിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അവൻ്റെ പ്ലാസ്റ്റർ ഡയഗ്നോസ്. അപ്പോൾ അവിടെ പോയി ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നു. മോളിറക്കി മൂക്ക് ഫുഡ് കൊടുത്തു. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് പൊടി ഇരിക്കുകയാണ്. ക്ഷീണിച്ച് പണിയായിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ലിപ് ബാം ഇട്ട്, അപ്പം ഞാനൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കല്ലേ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നും ഇടുന്നില്ല. ജസ്റ്റ് ഈ ഒരു കോമ്പാക്ട് പൗഡർ മാത്രം ഒന്ന് ഇട്ടിട്ട് ഫേസ് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇത് കഴിഞ്ഞ് ഞാൻ നന്നായിട്ട് പോയി മേലെ എഴുകി മാറ്റി അപ്പം സ്കിൻ കെയർ ചെയ്യുന്നത് നല്ല. അല്ലാതെ സ്റ്റെപ്പായിട്ട് ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് നമുക്ക് ആ ഒരു വീഡിയോയിൽ ഇരിക്കുമ്പോൾ ഒന്ന് റെഡി ആവാൻ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇട്ടു. കുറേ ഉണ്ട് കേട്ടോ, ഇത്ര വേണ്ട. ഓക്കെ, ഇത് ഇട്ട് എടുക്കാം. ഓക്കെ, കണ്ടോ ആ ഒരു ചേഞ്ച്. നമ്മൾ ടാൽക്കം പൗഡർ യൂസ് ചെയ്യുന്നതിന് പകരം ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ മതി കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നമ്മളെ ബ്യൂട്ടി പ്രൊഡക്റ്റിൻ്റെ ഓരോരോ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസ് ചെയ്യുന്നതിൽ ഞാൻ നല്ല കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഭയങ്കര അഫോർഡബിൾ ആണ് ഈ ഒരു പ്രോഡക്റ്റ്. 100 സംതിങ് എങ്ങാണ് ഇതിൻ്റെ 160 എങ്ങാനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ കേട്ടോ ആ ഒരു ചേഞ്ച് ഒന്ന് റെഡിയായി. വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ജസ്റ്റ് ഈ ഒരു നമ്മളെ പൗഡർ ഇടുന്നതിന് പകരം ഈ ഒരു കോമ്പാക്റ്റ് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് സെറ്റായി. ലിപ് ബാം മാത്രം, ലിപ്സ്റ്റിക് ഇട്ടില്ല. അപ്പം നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ലിപ്സ്റ്റിക് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു മാർസിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതാണ് യൂസ് ചെയ്യുന്നത്. ലിപ്സ്റ്റിക്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻസിൽ വന്നിട്ട് പറയാം. സോ ഇതൊരു ഭയങ്കര ഒരു ലൈറ്റ് ഒരു ന്യൂഡ് ഷെയ്ഡാണ്. എന്നാൽ ഭയങ്കര എടുത്ത് കാണിക്കുന്ന ഒരു ഷെയ്ഡല്ല. ഓക്കെ, ഇത് സെറ്റായി. ഇത്രേ നമ്മൾ ചെയ്യണുള്ളൂ. വേണമെങ്കിൽ ജസ്റ്റ് ഐ ഷാഡോ പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ണിൻ്റെ ഭാഗവും ഒന്ന് സെറ്റാവും. വേറെ ഒന്നും ചെയ്യില്ല. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഞാനൊരു സംഭവം കൂടി കാണിച്ചു തരാം. അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിതൊരു ചിറ്റാറ്റ് കൈൻഡ് ഓഫ് പ്ലസ് ഒരു ഹോൾ വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സേ ഉള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ മെയിനായിട്ട് ഇങ്ങനെ വിചാരിച്ചത്. പിന്നെ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ക്ലിപ്പ് ഇപ്പോൾ ഭയങ്കര ഒരു ട്രെൻഡിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ സംഭവം കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ബ്ലൂ ആണ് എടുക്കുന്നത്. ബ്ലൂ ക്ലിപ്പാണ് എടുക്കുന്നത്. ഈ ക്ലിപ്പ് കണ്ടിട്ടുണ്ടാവും. കൂടുതലും ഇങ്ങനെ മേക്കപ്പ് വീഡിയോസൊക്കെ ചെയ്യുന്നവരുടെ കയ്യിൽ ഈ ഒരു ക്ലിപ്പ് ഉണ്ടാവും.
ജസ്റ്റ് ഇവിടെ ഇട്ട് കൊടുക്കാം. ഓക്കെ ഓക്കെ ഞാൻ ഓക്കെ സംഭവം രസമുണ്ട് കേട്ടോ. ഇത് നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴും അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുമ്പം നല്ലതാണ്. അല്ലാതെ ഇടുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ സോ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ജസ്റ്റ് എന്തോ ചെറിയ പ്രൈസ് ആയിട്ടേ ഉള്ളൂ. ഓക്കെ അപ്പോൾ ഇത് കുറച്ച് ഓക്കെ നമുക്ക് ഇതിട്ടിട്ട് വീഡിയോ ചെയ്യാം. ഓക്കെ ഓക്കെ പിന്നെ ഞാൻ ഒരു സംഭവം, ഇതൊരു എന്താണ് ബ്ലൂ ഹെവൻ്റെ ലിപ് പ്ലമ്മിങ് എന്താ വാട്ട്. സോ ഇത് വന്നിട്ട് ബ്ലൂ ഹെവൻ്റെ ലഷ് ജ്യൂസി എന്ന് പറയുന്ന ഒരു ലിപ് ഗ്ലോസ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഇതൊരു അത്യാവശ്യം ഒരുപാട് പേര് ഇപ്പോൾ യൂസ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇന്നുമാണ് കേട്ടോ ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം എത്തിയിട്ടുള്ളതേ ഉള്ളൂ. ഞാനത് പൊളിച്ച് നോക്കി. അപ്പോൾ വിചാരിച്ചു ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. ഓക്കെ ലഷ് ജ്യൂസി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ട്രൈ ചെയ്തിട്ട് എന്തായാലും ഞാൻ ഇതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ വെച്ചിട്ട് ട്രൈ ചെയ്ത വീഡിയോ നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ വരും. ഇൻസ്റ്റഗ്രാമിൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഇങ്ങനത്തെ കോണ്ടന്റ് കാര്യങ്ങൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാം. സോ ഇതും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ അൺബോക്സ് ചെയ്യില്ല, നമുക്ക് അവിടെ അൺബോക്സ് ചെയ്യാം. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി നോക്കാം. അല്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാനിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ വരും വീഡിയോസിലായിട്ട് തരാം. ഓക്കെ അപ്പോൾ ഇതും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തൊക്കെ വിശേഷം? പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഹോൾ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടം, അതുകൊണ്ടാണ് മെയിനായിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ഡ്രസ്സ് എടുക്കാം. ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ മെസ്സായിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും ആരും മൈൻഡ് ചെയ്യേണ്ട. സോ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരുന്നത് ഈ ഒരു സെറ്റാണ് ഫസ്റ്റ് കാണിച്ചു തരുന്നത്. ഈ ഒരു സെറ്റാണ് ഞാൻ പറഞ്ഞത്. ഞാനിവിടെ കാണിച്ചു തരുന്നതിൽ ഞാൻ വലിയ സാറ്റിസ്ഫൈഡ് ആവാത്തത് ഇതാണ്. മെയിനായിട്ട് ഇതിൻ്റെ സൈസാണ് കേട്ടോ. ഇതിൻ്റെ സൈസ് എനിക്ക് കുറച്ച് ടൈറ്റിലാണ് വന്നിട്ടുള്ളത്. കുറച്ച് ടൈറ്റ് ആണ്, അതുകൊണ്ട് അത്ര കംഫർട്ടബിൾ അല്ല ഞാൻ ഇട്ട് കാണിക്കുന്നതിൽ. എന്തായാലും സൈഡിൽ ഞാൻ ക്ലിപ്പ് ആഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ സോ ഇത് വന്നിട്ട് ഒരു ബ്ലൂവിൽ വൈറ്റ് പ്രിൻറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സെറ്റാണ്. ഓക്കെ ഇതിൻ്റെ ഒരു യെല്ലോ ആൻഡ് വൈറ്റിലും വന്നിട്ടുണ്ട്, ബ്ലൂ ആൻഡ് വൈറ്റിലും ഉണ്ട്. സോ ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലൂ ആൻഡ് വൈറ്റ് ആണ്. നിങ്ങൾക്ക് യെല്ലോ ആൻഡ് വൈറ്റ് വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാൻ കിട്ടും കേട്ടോ. ഓക്കെ സോ ടോപ്പ് വന്നിട്ട് ഇത് ചെറുതായിട്ട് സീ ത്രൂ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഓക്കെ ഇത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത്. ഇതിൻ്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ്. സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. പിന്നെ രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. സൈഡിലുള്ള ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഓക്കെ അപ്പോൾ ഇതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ബട്ടൺസ്, അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പുറത്തെ സൈഡിലൊന്നും ഈ ഒരു ഓപ്പൺ വരുന്നിടത്തൊന്നും ഈ ഒരു ബട്ടൺസ് ഇല്ല. പക്ഷേ ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ബട്ടൺസ് ഇനി അതിൻ്റെ ഡിസൈൻ ആണോ എന്താണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. സോ അങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഇതാണ് ടോപ്പ്. പാൻറ്റും സെയിം പ്രിൻറ്റിൽ തന്നെ വന്നിട്ടുള്ള എലാസ്റ്റിക് ആണ്. ഇതൊരു സിഗരറ്റ് കട്ടിങ്ങിലാണ് പാൻറ് വന്നിട്ടുള്ളത്. ഓക്കെ സോ ഇതാണ് പാൻറ്. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സെറ്റ്. അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 600 സംതിങ്ങോ 700 സംതിങ്ങോ ആണ്. ഞാൻ എന്തായാലും എവിടെയെങ്കിലും പ്രൈസ് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു. ഞാൻ എടുത്തിട്ടുള്ള സൈസ് XL ആണ്. സോ നിങ്ങൾ എടുക്കുമ്പം ഒരു സൈസ് കൂട്ടിയിട്ട് എടുക്കുക, എന്നാലായിരിക്കും കറക്റ്റ് ഫിറ്റ് വരാം. കാരണം എൻ്റെ നോർമൽ സൈസ് XL ആണ്. XL എടുത്തപ്പം എനിക്ക് ഭയങ്കര എന്താ പറയുക ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. സോ നെക്സ്റ്റ് കാണിച്ചു തരുന്നത് യെസ് ഈ ഒരു സെറ്റ് കാണിച്ചു തരാം. ഇത് വന്നിട്ട് ജസ്റ്റ് ഒരു 400 സംതിങ്, എറൗണ്ട് ഒരു 400 പറയാം ഈ ഒരു സെറ്റിന്. അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എൻ്റെ വാർഡ്രോബിലേക്ക് മാറ്റാൻ വെച്ചിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വന്നിട്ട് നല്ല ക്വാളിറ്റിയിലുമാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെ വി നെക്കാണ്. നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. എൻഡിൽ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്തുള്ള ആ ഒരു ഡിസൈൻ, ആ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട്. രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം ലെങ്ത് ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്, എല്ലാം അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ പാൻറ് വന്നിട്ട് എലാസ്റ്റിക് ആണ്. ഇത് ഒരു സിഗരറ്റ് കട്ടിങ്ങിൽ തന്നെയാണ് പാൻറ് വന്നിട്ടുള്ളത്. ഓക്കെ
അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ടോപ്പ് വന്നിട്ട് നമുക്ക് കാഷ്വലായിട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ കുർത്തീസും ജീൻസൊക്കെ പെയർ ചെയ്തിടൂല, അതേപോലെയൊക്കെ ഇടാൻ നല്ല രസമുണ്ടാവും. ആൻഡ് ഇതിൻ്റെ ഷെയ്ഡൊക്കെ നല്ല രസമുണ്ട്. ഇതിൻ്റെ തന്നെ ഇതേ ഒരു സെയിം പ്രിൻറ്റിൽ ഇതേപോലുള്ള ഒരു സെറ്റ് 300 സംതിങ്ങിൻ്റെ ഒരു ബ്ലൂ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ അതിലും കുറച്ചുകൂടി ക്വാളിറ്റി ഫീൽ ചെയ്യുന്നു ഈ ഒരു ടോപ്പിന്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വേർത്താണ്. സോ ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് XL ആണ്. XL എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങളെ നോർമൽ സൈസ് ഏതാണോ അതെടുത്താൽ മതി, കറക്റ്റ് ഫിറ്റിൽ വരും. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സെറ്റാണ്. ഭയങ്കര വേർത്തായിട്ട് തോന്നിയിട്ടുള്ള ഒരു സെറ്റാണ്. സോ നെക്സ്റ്റ് കാണിച്ചു തരാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ്. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സെറ്റാണ്. സോ നല്ലൊരു കളർ ഷെയ്ഡും ആണ് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ പ്രൈസ് ഫസ്റ്റ് തന്നെ പറയാം. ഇതിന് 700 സംതിങ് എങ്ങാനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 600 or 700 ഞാനിവിടെ സൈറ്റിൽ കറക്റ്റ് പ്രൈസ് മൂന്നിൻ്റെതും ആഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഇവിടെ ജസ്റ്റ് വി കട്ടിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ സ്ലീവ് വന്നിട്ട് ഇങ്ങനെ ഒരു എൻഡിലേക്ക് ഒരു ബലൂൺ സ്ലീവ് പോലെയാണ് വരുന്നത്. ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗത്തുള്ള ഒരു സെയിം പ്രിന്റ് തന്നെ സ്ലീവിൻ്റെ എൻഡിലും വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ സ്ലീവിൻ്റെ എൻഡിൽ ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട് കേട്ടോ, നമുക്ക് ഇട്ട് കൊടുക്കാം. ബട്ടൺ വരുന്നുണ്ട്, അതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നി. ഇവിടെ കംപ്ലീറ്റ് ഈ ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ സെൻട്രലായിട്ട് ഒരു ഓപ്പണിങ് വരുന്നുണ്ട്. ഭയങ്കര കുറച്ച് താഴോട്ടാണ്, ഇങ്ങനെ കയറിയിട്ട് ഓപ്പൺ ആയിട്ട് അങ്ങനെയൊന്നും വരുന്നില്ല, താഴോട്ടേക്ക് എന്നാണ് വരുന്നത്. അത്യാവശ്യം ലെങ്ത് ഒക്കെ വരുന്നുണ്ട്. പിന്നെ രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നില്ല, അതിന് പകരമാണ് സെൻട്രൽ ഓപ്പൺ വന്നിട്ടുള്ളത്. പിന്നെ പാൻറ് വന്നിട്ട് എലാസ്റ്റിക് ആണ് പാൻറ് വരുന്നത്. പിന്നെ സിഗരറ്റ് ഫിറ്റിങ്ങിലാണ് പാൻറ് വന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു പ്രിൻ്റാണ് പാൻറ്റിന് വന്നിട്ടുള്ളത്. നമ്മളെ നെക്കിൻ്റെ ഭാഗത്തൊക്കെയുള്ള പ്രിൻ്റില്ലേ, ആ ഒരു പ്രിൻ്റിലാണ് പാൻറ് വന്നിട്ടുള്ളത്. സോ ഇതാണ് നമ്മളെ അടുത്ത സെറ്റ്. ഈ ഒരു 3 സെറ്റാണ് കാണിച്ചു തരാനുള്ളത്, കൂടുതലായിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഇതൊരു ചിറ്റ്ചാറ്റ് പ്ലസ് ഒരു ഹോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഇല്ല, ഇവിടെ ഫുൾ മെസ്സായിരിക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഫുൾ മെസ്സായിരിക്കുകയാണ്. സോ ഇനിയിപ്പം ഞാനിവിടെ ക്ലീനിങ് പരിപാടിയിലേക്കൊക്കെ പോവാണ്. പിന്നെ അല്ല, ഒരു ഷൂട്ട് കൂടി ഉണ്ട്, അതുകൂടി കഴിഞ്ഞിട്ട് ക്ലീനിങ്ങിലേക്കൊക്കെ പോകും. ഇങ്ങനത്തെ വീഡിയോസ് ഇങ്ങനെ ജസ്റ്റ് ഒരു ചിറ്റ് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആളുകളോടൊക്കെ എനിക്ക് വലിയ താങ്ക്സ് ഉണ്ട്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ എപ്പോഴും വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. സോ ഇത്രയുള്ള വീഡിയോസ്. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.